ദൈവസന്നിധി നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു. നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. അവന് യേശു എന്ന് പേരിടാം. അവൻ വലിയവനായിരിക്കും, അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. അവന്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനം ദൈവമായ കർത്താവ് അവന് നൽകും. യാക്കോബിന്റെ ഭവനത്തിന്മേൽ അവൻ എന്നേക്കും ഭരണം നടത്തും. അവന്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാവുകയില്ല. ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. ആകയാൽ ജനിക്കാൻ പോകുന്ന ശിശു പരിശുദ്ധൻ, ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. ഇതാ നിന്റെ ചാർച്ചക്കാരി വൃദ്ധയായ എലിസബത്തും ഒരു പുത്രനെ ഗർഭം ധരിച്ചിരിക്കുന്നു. വന്ധ്യ എന്ന് പറഞ്ഞിരുന്ന അവൾക്ക് ഇത് 6-ാം മാസം. കർത്താവിന്റെ ദാസി, നിന്റെ വചനം പോലെ എന്നിൽ നിറവേറട്ടെ. ഈ ഒരു അവസ്ഥയിൽ ഞാൻ അവളെ ഉപേക്ഷിച്ചാൽ ഈ സമൂഹം അവളെ കല്ലെറിഞ്ഞുകൊള്ളും. പക്ഷേ മറ്റൊരുവന്റെ ശിശുവിനെ ഉദരത്തിൽ വഹിച്ചിരിക്കുന്നവളെ സ്വീകരിക്കുന്നതും ഉചിതമല്ല. രഹസ്യമായി ഉപേക്ഷിക്കുന്നത് മറിയത്തെ ഭാര്യയായി സ്വീകരിക്കാൻ നീ ശങ്കിക്കേണ്ട. അവൾ ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിൽ നിന്നാണ്. അവൾ ഒരു പുത്രനെ പ്രസവിക്കും. നീ അവന് യേശു എന്ന് പേരിടണം. ഞങ്ങൾ പൗരസ്ത്യ ദേശത്തു നിന്ന് വരുന്നവരാണ്. യൂദയ ദേശത്ത് ഒരു പുതിയ രാജാവ് ജനിച്ചുവെന്നറിഞ്ഞ് അവനെ കാണുവാനും ആരാധിക്കുവാനും വന്നതാണ്. പുതിയ രാജാവ്? നമ്മുടെ കൊട്ടാരത്തിൽ അങ്ങനെ ഒരു ജനനം സംഭവിച്ചിട്ടില്ല. യൂദയ ദേശത്ത് അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. പിന്നെ നിങ്ങൾ ആരെ കുറിച്ചാണ് പറയുന്നത്? ഏത് രാജാവിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്? ജനനം സംഭവിച്ചു എന്ന് ഞങ്ങൾക്ക് വെളിപാടുണ്ടായിരുന്നു. ശിശുവിനെ കണ്ടെത്താൻ യാത്ര പുറപ്പെട്ട ഞങ്ങൾ വഴികാട്ടിയായി കിഴക്ക് ദിക്കിൽ ഒരു നക്ഷത്രം. ആ നക്ഷത്രം ഞങ്ങളെ ഈ ദേശത്തേക്കാണ് നയിച്ചത്. അങ്ങയുടെ കൊട്ടാരത്തിൽ അങ്ങനെയൊരു ജനനം സംഭവിച്ചിട്ടില്ലാത്തതിനാൽ ഞങ്ങളെ തിരികെ പോകാൻ അനുവദിച്ചു. നിങ്ങൾ പോയി ആ ശിശുവിനെ അന്വേഷിക്കുക. അവനെ കണ്ടെത്തിയാൽ മടങ്ങിവന്ന് നമ്മെയും ആ വിവരം അറിയിക്കുക. നമുക്കും പോയി അവനെ ആരാധിക്കണം. പോലെ പ്രഭു. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം. സകല ജനത്തിനും വേണ്ടിയുള്ള സന്തോഷത്തിന്റെ സദ്വാർത്ത നിങ്ങളെ അറിയിക്കുന്നു. ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ, കർത്താവായ ക്രിസ്തു ജനിച്ചിരിക്കുന്നു.
താരകം തന്നെ നോക്കി ആട്ടിടയർ നടന്നു, താരകം തന്നെ നോക്കി ആട്ടിടയർ നടന്നു. തേജസ് മുന്നിൽ കണ്ടു അവ വേദന കണ്ടി വന്നു, തേജസ്